ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് 2012 ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അതായത് 2012 രാത്രി സിനിമ കണ്ട് മടങ്ങവേ ഒരു പെൺകുട്ടിയും സുഹൃത്തും ബസ്സിൽ പോവുകയായിരുന്നു. ആ പെൺകുട്ടി പിന്നീട് അതിക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. ആ സുഹൃത്തിനെ അടിച്ച് അവശനാക്കി, അതായത് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. പിന്നീട് ഈ പെൺകുട്ടിയാണെങ്കിൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊലപ്പെടുത്തിയ ശേഷം ബസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അത് രാജ്യത്തെ ഏറ്റവും വലിയ നടുക്കിയ ഒരു സംഭവമായിരുന്നു. രാജ്യം അവൾക്കൊരു പേരിട്ടു, നിർഭയ കേസ് ഒരിക്കലും ആരും മറക്കാത്തൊരു കേസാണ്. പിന്നീട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഗോവിന്ദച്ചാമി അകപ്പെട്ട സൗമ്യ കൊലക്കേസ്, പിന്നീട് ജിഷ കൊലപാതകം എന്നിങ്ങനെ ചെറുത് മുതൽ വലുത് വരെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, അതും കൂടുതൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ളത് തന്നെ. 2024 അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഭരിക്കുന്നിടത്ത് ആർജിക്കർ ബലാത്സംഗ കേസ്. അതായത് ഒരു PG മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. അത് രാജ്യവ്യാപകമായി അങ്ങേയറ്റം പ്രതിഷേധമേറിയ ഒരു സംഭവമായിരുന്നു. അതിന് സമാനമായി തന്നെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് DMK, ഇന്ത്യ മുന്നണിയുടെ കരുത്താർജിക്കുന്ന അല്ലെങ്കിൽ കരുത്തനായ ഒരു പാർട്ടി എന്ന് പറയുന്ന DMK ഭരിക്കുന്ന തമിഴ്നാട്ടിലാണ് സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്ന് ഉറപ്പ് വരുത്തിയ ഈ സംഭവം അരങ്ങേറിയത്. അതായത് അണ്ണാ സർവകലാശാലയിൽ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കോളേജിനകത്ത് വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയായത് രാത്രിയിലാണ്. ഇതൊക്കെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ഇനിയും ബലാത്സംഗ കേസുകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തുടർക്കഥ തന്നെയാണോ? വളരെ സങ്കടകരമായിട്ടുള്ള ഇതാണ്. അന്ന് തൊട്ട് കേട്ടു തുടങ്ങിയ കാര്യങ്ങളാണല്ലേ ഇതൊക്കെ. നിർഭയ സത്യം പറഞ്ഞാൽ രാജ്യം മുഴുവൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് തീർന്നു എന്ന് നമ്മൾ കരുതി. പക്ഷേ നിർഭയയുടെ കേസുകൾ നമ്മൾ ആലോചിച്ച് നോക്കണം. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ക്രിമിനൽസിനെ ഒരു രീതിയിലും വെച്ച്, അതായത് മട്ടം കൊടുത്ത് കുഴപ്പിച്ചെടുക്കരുത്. അത് തന്നെ എത്ര നാളിന് ശേഷമാണ്. അതിൽ തന്നെ എനിക്ക് നിർഭയ കേസിൽ ഏറ്റവും വിഷമമുള്ളതെന്ന് വെച്ചാൽ കുട്ടി കുറ്റവാളി ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ട് നിർഭയയുടെ ശരീരത്തോടെ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് ബിഹേവ് ചെയ്തത് ആ കുട്ടി പ്രായപൂർത്തിയാവാത്ത. എന്നിട്ട് ആ പ്രായപൂർത്തിയാവാത്ത, അപ്പോൾ ഇവരൊക്കെ ക്രിമിനൽസാണ്. ബിക്കോസ് ക്രിമിനൽ എന്ന് പറയുമ്പോൾ ഒരു ഏജ് സെക്ടർ ഒന്നും നമ്മൾ കാര്യമാക്കരുത്. കാരണം ഒരു ക്രിമിനലിസം ഉള്ളിലുള്ളവർക്കൊക്കെ മാത്രമേ ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള റേപ്പ് ആയിക്കോട്ടെ, കവർച്ച, കൊലപാതകം ഒക്കെ ചെയ്യാൻ പറ്റൂ. അവിടെ നമ്മൾ എന്താണ് ഏജ് എന്നുള്ളൊരു ഫാക്ടർ വെച്ച് അങ്ങനത്തെ ഇതിൽ നോക്കരുതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു 17 വയസ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മെഷീനൊക്കെ കൊടുത്തിട്ട് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് കെജ്രിവാളൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ട്. വളരെ വിഷമം തോന്നിയ ഒരു ഇതായിരുന്നു. ആ നിർഭയ കേസിൽ അതായത് പിടിയിലായ ഒരു പ്രതിയുടെ, അതായത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി BBC ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ ബലാത്സംഗ പ്രതി അയാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ കുട്ടി രാത്രി സിനിമ കാണാൻ ഇറങ്ങിയത്, നേരായ വസ്ത്രം ധരിച്ചുകൂടായിരുന്നു. സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയിൽ പാചകവും വീട്ടുകാര്യങ്ങൾ നോക്കുകയാണ് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടി ഒരിക്കലും എതിർത്തിരുന്നില്ല ഞങ്ങൾ ബലാത്സംഗത്തിന് അല്ലെങ്കിൽ റേപ്പിൽ ചെയ്തപ്പോൾ എന്നാണ് ആ പ്രതി പറഞ്ഞത്. ഇതൊക്കെ പൊതുസമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ സുരക്ഷിതമായിട്ട്, മീൻസ് അങ്ങനെയാണ് ഒരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങരുതെന്നൊക്കെയാണ് അതും 21ാം നൂറ്റാണ്ടിലും ധരിച്ചു വെച്ചിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതാണ്, നിർഭയ ഒരു അവസാന കേസായിരുന്നില്ല. അതിനുശേഷം ദിശയുടെ കേസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കേരളത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം സൗമ്യ, ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ജിഷ. ഇതൊക്കെ പോട്ടെ. അപ്പോൾ എനിക്കിതിലൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അണ്ണാ സർവകലാശാലയിൽ ആലോചിച്ച് നോക്കണം, ഒരു ക്യാമ്പസിൻ്റെ സർവകലാശാല സെൻറ്ററിനുള്ളിലൊരു പഠിക്കുന്ന കുട്ടി ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും സ്ത്രീകൾക്കെതിരെ ക്രൂരമായിട്ട് എന്താ പറയുക റേപ്പ് അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുമ്പം അവിടെയൊക്കെ വില്ലനായിട്ട് നിൽക്കണ ഒന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കണം ഏത് സംസ്ഥാനമാണ് അവിടെ ഒരു പൊളിറ്റിക്സ്. നിർഭയയുടെ വന്നു കഴിഞ്ഞപ്പം ദില്ലി ഡെഫിനറ്റ്ലി ഷീല ദീക്ഷിത് എന്നുള്ളൊരു വ്യക്തിനെ നമ്മളങ്ങനെ ടാർഗറ്റൈസ് ചെയ്യുന്നു അങ്ങനെ. പക്ഷേ ഇവിടെയൊക്കെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്ന് അവിടെ ഡൽഹി ആണെങ്കിൽ നാളെ കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, നാളെ ആർക്കും സംഭവിക്കാവുന്ന ഇൻസിഡൻസ് ആണ്. ഇവിടെയൊക്കെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ മതം കൊണ്ടുപോകുന്നൊരു പോളറൈസേഷൻ അല്ല വേണ്ടത്. ശക്തമായിട്ടുള്ള നിയമങ്ങൾ വരണം അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന ക്രിമിനൽസ് അവിടെയൊക്കെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അറബ് രാഷ്ട്രങ്ങളുടെ ശിക്ഷാരീതി വേണം എന്നാണ് ഞാനൊക്കെ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾക്കെതിരെ നമ്മൾ ബാഹുബലിയുടെ ഡയലോഗ് ഉണ്ടല്ലേ, അനാവശ്യമായിട്ട് കൈവയ്ക്കുന്നവനെ തല വെട്ടിക്കളയണം. ഇതിനപ്പുറം വേറൊന്നുമില്ല. കാരണം അവിടെയൊന്നും മനുഷ്യാവകാശം നോക്കരുത്. കാരണം ഏറ്റവും ഒരു വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകളും കുട്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഫിസിക്കലി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പറയുമ്പോൾ വിമൻ കാർഡ് വെച്ചിട്ട് സ്ത്രീകൾ കളിക്കുന്ന കളികളൊക്കെ ഇല്ലേന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല. റേപ്പ് എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ക്രൂരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ, ഇനി രക്ഷപ്പെട്ടു പോയാൽ തന്നെ അതിൻ്റെ ട്രോമ പേർ ജീവിക്കേണ്ടി വരിക. നമുക്ക് പറയാൻ എളുപ്പമാണ്, ഒന്ന് ഡെറ്റോൾ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഈ സമൂഹം അവരെ ആ ഡെറ്റോൾ ഇട്ട് ഉണക്കാൻ
പുറമേക്ക് ഡെറ്റോളിട്ട് അവർ മനസ്സുകൊണ്ട് ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും പൊതുസമൂഹം ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ വിടില്ല പൊതുസമൂഹം. നമുക്കറിയാം. പിന്നെ അവർക്ക് മുഖമില്ല പേരില്ലാത്തവളായിട്ട് മാറും. നമുക്കറിയാം നമ്മുടെ സൂര്യനെല്ലി പെൺകുട്ടി അല്ല, ഇന്നും സൂര്യനെല്ലി പെൺകുട്ടി എന്നപ്പുറം അല്ലെങ്കിൽ വിതുര പെൺകുട്ടി എന്നതിനപ്പുറം അവർക്ക്, കാരണം ഈ സമൂഹം അങ്ങനെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കവലകളിലൊക്കെ വളരെ എന്താ പറയുക, ആളുകളുടെ മുന്നിലും അല്ലെങ്കിലൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര ഘോരം പ്രസംഗിക്കും പലതിനെക്കുറിച്ചും. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറയുമ്പം സ്ത്രീകൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു എന്ന് പറയും. അതേ നമ്മൾ തന്നെയാണ് അതേ സ്ത്രീ മറ്റൊരു വിവാഹം കഴിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെക്കുറിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി. അപ്പോൾ ഈ ഒരു അതാണ് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന ഒരു പൊതുബോധം ഇതുവരെ നമ്മൾ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു സെലിബ്രിറ്റി വന്നാൽ തന്നെ അവരുടെ വസ്ത്രം, അതിൻ്റെ തൂക്കം, മീൻസ് നീളം, ഇതൊക്കെ നോക്കി വിലയിരുത്തുന്ന മനുഷ്യരാണ്. പക്ഷെ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടുത്തെ ഈ ഒരു വാർത്തയായ ശേഷം പോലും കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സൈലൻസ് ഉണ്ട്. അത് അജന ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് കുറച്ചൊരു വാർത്തയായിട്ടെങ്കിലും വന്നിട്ടുള്ളത്. എത്ര ചാനലുകൾ ഇത്രയും വലിയൊരു ബ്രൂട്ടലായിട്ടുള്ള ക്രൈം നടന്നു. ഒരുപക്ഷെ അവർ പറയുന്നുണ്ടാവാം ആ വിക്ടിമിന് കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ കൊല്ലപ്പെട്ട് മരണപ്പെടുന്നു എന്നല്ല കാരണം, ആ ഒരു ജീവിച്ചിരിക്കുക തന്നെ ഒരു ട്രോമ പേറി. കാരണം ആ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ടുണ്ട് അല്ലേ, ആ പേരുൾപ്പെടെ. അപ്പോൾ അതിജീവിതം അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് കൊടുക്കേണ്ട ഒരു എന്താ പറയുക, രാജ്യം അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആ ഒരു സംസ്ഥാനം കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവിടെ. അതൊക്കെ ആ അവകാശങ്ങൾ പോലും അവൾക്കില്ലാതെ അവളുടെ എല്ലാ ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ട് അപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. ഇതൊന്നും ഇവിടെ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. ഞാൻ വന്ന വഴി മാനവീയ വീതി തൊട്ട് എല്ലായിടത്തും സാധാരണ എന്തെങ്കിലും ഉത്തരേന്ത്യയിൽ ഒരു കാക്ക ഇതായാൽ പോലും നമ്മുടെ മാനവീയ വീതിയിൽ നമ്മുടെ സ്ത്രീപക്ഷവാദികൾ വന്നിട്ട് മെഴുകുതിരി കത്തിച്ചു വെക്കുക, ഇതൊക്കെയാണ്. ഇതൊന്നും കണ്ടില്ല. ഭയങ്കര സൈലൻസാണ്. ഈ ഒരു സൈലൻസ് തന്നെയാണ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുക. കാരണം ഇതാണ് നമുക്കറിയാം, പ്രതികൾപ്പം ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവനാണ് വേട്ടക്കാരനെങ്കിൽ നിശബ്ദമായിട്ടിരിക്കുക, എന്നാൽ അപ്പുറത്ത് വശത്തുള്ളവനാണ് വേട്ടക്കാരനെങ്കിൽ ഘോരം ചാടിയിട. അങ്ങനെയല്ല. എനിക്കായാലും നിനക്കായാലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊളിറ്റിക്സോ മതമോ ഇതൊന്നും വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാതെ നാളെ ആർക്കും സംഭവിക്കാം. എൻ്റെ വീട്ടിലൊരു അമ്മയുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ സഹോദരി ഉണ്ടെങ്കിൽ, എനിക്കൊരു മകളുണ്ടെങ്കിൽ, അതേ എനിക്ക് തോന്നുന്നത് എന്ത് വേദനയാണോ അതേ വേദനയോട് കൂടി വേണം ഇത്തരം സംഭവങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ സാംസ്കാരിക ലോകമായിക്കോട്ടെ, പ്രബുദ്ധരായിട്ടുള്ള ജനതയായിക്കോട്ടെ, ബുദ്ധിജീവി വർഗമായിക്കോട്ടെ, സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങളിൽ മാത്രം വളരെ ഘോര പ്രസംഗം. ഇവിടെയൊക്കെ സൈലൻസ് ആണ് അല്ലേ. ഒരിക്കലും സംഭവിച്ചു. അപ്പോൾ പറയേണ്ട ഒരു കാര്യം സ്റ്റാലിൻ ഭരണകൂടത്തെ കുറിച്ചാണ്. നമുക്കറിയാം ഈ പ്രതി എന്ന് പറയുമ്പം 2011 തൊട്ട് ഇപ്പോൾ ഒരുപാട് ക്രൈം റെക്കോർഡ്സ് ഉള്ള ഒരു പ്രതിയാണെന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന വാർത്തകൾ. DMK കോളേജിനടുത്ത് ബിരിയാണി നടത്തുന്ന ഇയാളാണ് പിടിയിലായത്. DMK പ്രവർത്തകനൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കണ്ടു, ചിത്രങ്ങളൊക്കെ കാണുന്നു. ഉപമുഖ്യമന്ത്രി ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ക്യാമ്പസിനുള്ളിൽ ഇത്രയും ഒരു വലിയൊരു ക്യാമ്പസാണ്, ആ ഒരു ക്യാമ്പസിനുള്ളിൽ കച്ചവടം നടത്തും. അപ്പം ഇങ്ങനെ ഒരു ഇയാളുടെ ഒരു പാസ്റ്റ് എന്താണ്, പാസ്റ്റിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. കാരണം ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ എത്രയോ കുട്ടികൾക്ക് സുരക്ഷ കൊടുക്കേണ്ട സ്ഥലം, സ്റ്റാഫിനൊക്കെ സുരക്ഷ കൊടുക്കേണ്ട സ്ഥലം. അപ്പോൾ അവിടെ ഏത് ക്രിമിനൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം നടത്താൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടല്ലേ, ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അയാൾ അവിടെ ബിരിയാണി കച്ചവടക്കാരനായിട്ട് കയറിപ്പറ്റും. ഏത് നിമിഷവും അവിടെ കയറാൻ അയാൾക്ക് അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ. ആരും എനിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇയാളൊക്കെ ഒരു സീരിയൽ ക്രിമിനലാണ് അല്ലേ. കാരണം ബിക്കോസ് ഒരു ക്രൈം ചെയ്തിട്ട് പിന്നീട് കാരണം ശിക്ഷ കിട്ടുന്നില്ല. അപ്പോൾ ക്രൈം ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്തു, ഒരു നാഥനില്ലാ കളരി ആണ് എന്നവർക്കറിയാം. എന്ത് ചെയ്തു കഴിഞ്ഞാലും പാർട്ടി കൂടെ ഉണ്ട്, രക്ഷിക്കാനുള്ളൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക കൊടും ക്രിമിനൽസായിട്ട് മാറുക. ഇത് ഒരു തമിഴ്നാടിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല, കേരളത്തിൽ നമുക്കറിയാം. കേരളത്തിൽ എന്തുമാത്രം ദുഃഖകരമായിട്ടുള്ള എന്താ പറയുക ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ 6 മാസമായിട്ട് ഇവിടെ ഗവർണർ കൂടി ഇല്ലയെന്നാണ് പറയുന്നത്. എന്ത് സിസ്റ്റമാണല്ലേ, എന്ത് വ്യവസ്ഥിതിയാണ്. സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ നമ്മൾ എന്താണ് ഇന്ത്യ മുന്നണിയുടെ കൂടെ നടക്കുന്ന ഒരു വളരെ രീതിയിലാണ് പുഴത്തുപാട്ടിലൊക്കെ. പക്ഷേ എന്താണ് ഫാസിസം, അങ്ങേ അറ്റം അരാജകത്വം നടമാടുന്ന ഒരു സംസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ തമിഴ്നാട്. 2-3 വർഷങ്ങളായിട്ടെന്ന് പറയേണ്ടി വരും. സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമില്ല. കാരണം അവർ റേഷനൊക്കെ കൊടുക്കുന്നോ, സ്ത്രീകൾക്ക് 2000 രൂപ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കയറി വന്ന ഒരു ഗവൺമെൻറ്റാണ്. ആലോചിക്കുക, അവിടെയാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അണ്ണാ സർവകലാശാലയിലൊക്കെ പുറത്തുനിന്നൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് അല്ല, ഇൻ്റർനാഷണലി തന്നെ ഭയങ്കര ഇതുള്ളതാണ്. അങ്ങനെയുള്ളൊരു ക്യാമ്പസ് സർവകലാശാലയ്ക്കകത്തുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടൊരു ക്രൈം നടന്നിരിക്കുന്നു. എന്നിട്ട് സൈലൻസ്. ഇപ്പോൾ ആർക്കും തല കുടിക്കട്ടെ, എൻ്റെ ക്വസ്റ്റ്യനാണ്.
തല കുനിയുന്നില്ലേ, ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു ക്യാമ്പസിൻ്റെ അകത്ത്? കാരണം സാധാരണ നമ്മുടെ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ പറയുമല്ലോ ലജ്ജ കൊണ്ട് തല കുനിക്കുന്നു എന്ന് പറയും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് ശരിക്കും ഇതൊക്കെയാണ് ലജ്ജ കൊണ്ട് തല കുനിക്കേണ്ട അവസ്ഥ. അത് സ്റ്റാലിൻ പോലൊരു ഭരണാധികാരി കൈയാളുന്ന ഒരു സംസ്ഥാനത്തിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇനി അവൾ ഫേസ് ചെയ്യേണ്ട എനിക്ക് തോന്നുന്നില്ല കേട്ടോ ശിക്ഷയൊക്കെ. കാരണം എപ്പോഴും ഒരു വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവേണിംഗ് ഇതാണ് കാണുന്നത്. മാധ്യമങ്ങൾക്കാണെങ്കിൽ ഒരു വാർത്ത കിട്ടുമ്പോൾ മറ്റൊരു വാർത്ത, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പാർട്ടിയുടെ ഇതാണെങ്കിൽ DMK പ്രവർത്തകനാണ് അറസ്റ്റിലായത്, ഉറപ്പായും DMK ഇയാളെ രക്ഷിക്കാൻ എന്താണ് പാർട്ടി ശ്രമിക്കും. അതാണ് കീഴ്വഴക്കം അല്ലേ? നമ്മുടെ പാർട്ടിയാണെങ്കിൽ നമ്മൾ രക്ഷിക്കുക, അടുത്ത പാർട്ടി ആണെങ്കിൽ മാത്രം നമ്മൾ. ഇപ്പോൾ കണ്ടു, എനിക്ക് തോന്നുന്നു അണ്ണാമലയൊക്കെ അതിനെതിരെ ശക്തമായിട്ടൊക്കെ. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെക്കണം. പൊളിറ്റിക്സ് എന്നല്ല, ഇപ്പോൾ എൻ്റെ പാർട്ടിയിലുള്ളവരായാലും നിൻ്റെ പാർട്ടിയിലുള്ളവരായാലും സ്ത്രീയോ കുട്ടിയോ ആക്രമിക്കപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ ശക്തമായിട്ട് വേറൊന്നും ചെയ്യേണ്ട, അപ്പുറം തീർത്തേക്കണം എന്നേ ഞാൻ പറയൂ. ഇത്തരം ക്രൈംസിന് നമ്മൾ അറബ് രാഷ്ട്രങ്ങളിൽ കൊടുക്കുന്ന അതേ ശിക്ഷാവിധി ഇവിടെ മനുഷ്യാവകാശം പറയരുത്, കൊല്ലുക, അതിനപ്പുറം വേറൊന്നുമില്ല. കാരണം ഇതൊക്കെ ഭയങ്കര ഒരു കുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊല്ലുന്ന നമ്മൾ ഒരു ഉപാധിയും കൊടുക്കരുത്. രക്ഷപ്പെടാനായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ കൊടുക്കുന്ന കേസിനല്ല ഉദ്ദേശിക്കുന്നത്, തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബ്രൂട്ടലായിട്ട് ചെയ്തു ആ ഉറപ്പാക്കി കഴിഞ്ഞാൽ ജീവിക്കാനൊരു അവസരം കൊടുക്കരുത്, തീർത്തേക്കണം. അത് തന്നെയാണ് പറയാനുള്ളത്.